പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സെപ്പോഴും കർത്താവിൻ്റെ കൂടെയായിരിക്കണം. അച്ഛൻ്റെ വാക്കിൻ്റെ കൂടെ പോകരുത്. ഞാൻ പറയണത് എന്നെക്കുറിച്ചല്ല, കർത്താവിനെ കുറിച്ചാണെന്ന് ഓർത്ത് വേണം നിങ്ങളുടെ മനസ്സെപ്പോഴും കർത്താവിൻ്റെ കൂടെയായിരിക്കണം. എന്താണ് കർത്താവ് ഇപ്പോൾ നമ്മളോട് അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്ന സമയമാണ്. അപ്പോൾ കർത്താവ് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും? സൗഖ്യങ്ങൾ സംഭവിക്കും. സൗഖ്യങ്ങളുടെ കൂടെ എന്നെ സംഭവിക്കും? വിടുതൽ സംഭവിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? ആ വാടകക്കാർ ഒഴിവാകുന്നില്ല, അവർ ഫോർഡ് പാർട്ടിയാണെന്ന് പോലീസ് തന്നെ പറഞ്ഞിരിക്കണം. അവിടെ പ്രീ ഹിസ്റ്ററി നോക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവർ കേസിന് പോയാൽ 1.5 കൊല്ലം എടുക്കും. 1.5 കൊല്ലമെങ്കിലും കഴിഞ്ഞാലും കിട്ടിയാൽ മതിയായിരുന്നു. കേസിന് പോയാൽ ഇപ്പം നമുക്കറിയാമല്ലോ, പാവപ്പെട്ടവൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ്. അപ്പോഴവർ ആണ് നമുക്ക് എന്ത് വിഷയമാണ്. ഇവിടെ ലോ ആൻഡ് ഓർഡറൊക്കെ ഇത്രയും ഭംഗിയായിട്ട് പോകുന്നതും സമാധാനത്തിൽ ജനങ്ങൾ ജീവിക്കുന്നതും ഭൗതിക മേഖലകളിൽ അച്ഛൻ വാർഡ് ലോ ആൻഡ് ഓർഡർ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് അരക്ഷിതാവസ്ഥ അരാജകത്വം ഉണ്ടാവും അല്ലേ? ആൾ കളിക്കും, ആൾ കൈക്കടുത്തുള്ളവനൊക്കെ കാര്യക്കാരനായിട്ട് ഗുണ്ടാരാജം ഉണ്ടാവും. പക്ഷെ അവർ പോലും ഇപ്പം എന്താ പറയണത്? പട്ടാങ്ങിയാണ് പറയണത്. എന്താ കാര്യം? ഇവൻ ഇറങ്ങത്തില്ല. അപ്പം നമ്മളുടെ എല്ലാ ഉള്ള സമാധാനം കൂടി പോയി. പോലീസുകാരൻ തന്നെ പറയുകയാണ്, ഇവനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടും പറയും ഇവ ഇറങ്ങത്തില്ല എന്ന് പറയുകയാണ്. പിന്നെ നമുക്ക് എന്താ മാർഗം? ഒരു മാർഗമില്ല. പിന്നെയുള്ള മാർഗം എന്താണ്? ഉടമ്പടിയാണ് മാർഗം. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവർ പറഞ്ഞ വർത്തമാനം കേട്ടാ പിന്നെ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? ഉടമ്പടിയാണ്. ഞങ്ങൾ അപ്പായുമായി വന്ന് അമ്മയോട് ഉടമ്പടി ചെയ്ത് എലിയെ തൂക്കണ പോലെ എടുത്തെറിഞ്ഞ ഞങ്ങളാണ്. കൃപാസനത്തിലെ മാതാവ് രൗദ്രശക്തിയാണ്. അതെനിക്ക് പണ്ടേ അറിയാമായിരുന്നു. നീതി ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ, നീതി നിഷേധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ, കാര്യം ഈ ലോകത്തുള്ള എല്ലാ നീതി നിഷേധങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ദൈവത്തിൻ്റെ മനസ്സിൽ ഉദയം ചെയ്ത ഒരു സംസ്കാര ഒരു അവതാര രൂപമാണമ്മ. ഈ രാജ്യത്തും ലോകത്തുണ്ടാകുന്ന മുഴുവൻ നീതി നിഷേധങ്ങൾക്കും സത്യനിഷേധങ്ങൾക്കുമെതിരെ, എല്ലാ നാരകീയ ശക്തികൾക്കുമെതിരെ ഉള്ള ദൈവത്തിൻ്റെ തീർപ്പ് കൽപ്പിക്കലുടെ ഒരു മാംസരൂപമാണ് അമ്മ. അതുകൊണ്ടാണ് സാത്താനോട് പറയണത്, നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അസത്യത്തിനെതിരെ ഞാൻ ശത്രുത ഉളവാക്കും. അനീതിക്കെതിരെ ഞാൻ ശത്രുത ഉളവാക്കും. എൻ്റെ മനസ്സിൽ ഒരവതാരം ജനിക്കും. അത് അവൾ എൻ്റെ മാനസപുത്രി എന്നറിയപ്പെടും. അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കും. അവൻ നിന്റെ തല തകർക്കും. ആരാണ്? സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ. അതാണ് ഉൽപ്പത്തി 3:15. അതാണ് അമ്മ രൗദ്രശക്തിയാണെന്ന് അച്ഛൻ പറയാൻ കാരണം. എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, രൗദ്രശക്തിയായിട്ട് തന്നെ ജനിപ്പിച്ചതാ. എന്താണ്? സാധാരണ നക്കാപ്പിച്ച പരിപാടിക്ക് ഉള്ള മിനിമം പ്രോഗ്രാമല്ല, അൾട്ടിമേറ്റ് വാറാണ്. ആദ്യത്തെ യുദ്ധത്തിന് വേണ്ടി ജനിപ്പിച്ച ആളാ. ആഭിചാരത്തിനും ശുദ്രത്തിനും പിശാചിനും എതിരെയുള്ള നാരകീയ ശക്തികൾക്കെതിരെയുള്ള അൾട്ടിമേറ്റ് ആൻസർ അമ്മയാണ്. കൈയൊടിച്ച് കർത്താവ് ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകള്, നീതി ലഭിക്കാത്ത കേസിൽ കുടുങ്ങിക്കിടക്കുന്നവര്, വസ്തു സംബന്ധമായ കേസ് എല്ലാം സമർപ്പിക്കട്ടെ. പരിശുദ്ധമ്മേ, എല്ലാ മേഖലകളിലും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ പേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ പേരു തെളിക്കാം.
ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ നിന്നു തറയ്ക്കാം. ഓരണിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ നിന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ പേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ പേരു തെളിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈ ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ രുദ്രശക്തി, സത്താന്റെ മേലുള്ള വിജയത്തിന്റെ ശക്തിയെ വിശ്വാസി എന്നാണ് തിരിച്ചറിയണത്, അന്ന് അവൻ ഈ ലോകത്തൊരു ചുക്കും പേടിക്കത്തില്ല. തൻ്റെ ദൈവ പൈതൽ ഒരു ചുക്കും ഈ ലോകത്ത് പേടിക്കരുതെന്ന് അവനോട് പറഞ്ഞത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലേ? ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നല്ലേ പറഞ്ഞത്? ലൂക്കാ 12:5 എന്താ പറഞ്ഞത്? ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അർത്ഥം എന്താണ്? കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെടണമെന്ന്, ദൈവത്തെ മാത്രം ഭയപ്പെടണമെന്ന് കൈ അടിച്ചു കർത്താൻ ശ്രമിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നീ ഞങ്ങളോട് പറഞ്ഞു. 1 തെസ്സലോനിക്ക 15:16 5:16 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട്, അങ്ങയിൽ പ്രത്യാശിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ ഇരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ലൂക്കാ 12:5 അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കർത്താവേ, അങ്ങയെ മാത്രം ഭയപ്പെട്ട്, അങ്ങയെ മാത്രം ഭയപ്പെട്ട് കടങ്ങളെ, ക്യാൻസറിനെ, മറ്റൊന്നിനെയും ഭയപ്പെടാതെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ വിശ്വാസത്തിന്റെ, പ്രത്യാശയുടെ അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ ഭക്ഷാവസ്തുതികളെ ഹല്ലേലൂയ. മോക്ഷകവാടം തുറന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് പതിരയാണ്. മനുഷ്യൻ്റെ പതിരയില്ലേ, ശ്വാസകോശം, ആ പതിരയാണ് ഈശോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പതിരയ്ക്കുണ്ടാകുന്ന അതിൻ്റെ ഏറ്റവും താഴെ ഭാഗങ്ങൾ, പതിരയുടെ താഴെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇടതുവശം താഴെ ഭാഗം പതിരയുടെ, അത് അടർന്നു നിൽക്കണ പോലെയാണ് കാണുന്നത്. അതായത് വിട്ട് നിൽക്കണ പോലെയാണ്. അത് കാരണം അത്രയ്ക്ക് 35% പതിരക്ക് പ്രവർത്തനക്ഷമമുള്ളൂ. ആ സ്ഥലങ്ങളിലേക്ക് ബ്ലഡ് കടക്കണമില്ല. അത് കാരണം ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ പതിരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുടലിയ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, അങ്ങ് നൽകുന്ന സൗഖ്യത്തിന് നന്ദി പറയുന്നു.
കർത്താവേ കൃപയ്ക്ക് നൽകി പറയുന്നു. ഈ ചവണ പോലെ, പണ്ടത്തെ ചവണ പോലെ ഒരു പല്ലിൻ്റെ അടയാളം. നമുക്കറിയാലോ, പല്ലിൻ്റെ ചില പല്ലുകൾ ചവണ പോലെ ഇരിക്കണത്. അതിൻ്റെ ബാക്കിൽ വേര് മേലോട്ട് പോയിട്ട് 2 കവര, താഴെയും കുടിൽ പോലെ നിൽക്കുന്ന സ്ഥലത്തും 2 കവര. അത് പല്ലിൻ്റെ സ്ട്രക്ചറാണ്. പല്ലിതുപോലെ എന്തോ കുഴപ്പം പിടിച്ച രീതിയിൽ വേരുകൾ ചീയുകയോ കടുത്ത വേദന അനുഭവിക്കുകയോ പല്ലിന് ക്യാൻസർ ഉണ്ടാകുകയോ പല്ലുമായി ബന്ധപ്പെട്ട അസുഖമാണ്. കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. കൃപാസനാലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശോപ്പയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ചിപ്പി. ഞാൻ വള്ളക്കടവ് ഇടവക, ഇടുക്കി ജില്ലയിലെ വള്ളക്കടവ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എൻ്റെ മമ്മി വഴിയായിട്ടാണ് കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. 2022 ജൂലൈയിൽ ഞാൻ മെഡിക്കൽ പ്രൊഫഷണലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജൂലൈയിൽ ഞാൻ അബുദാബിയിലേക്ക് പോകാനുള്ള ഹാദ് എക്സാം എഴുതിയിരുന്നു. എഴുതി ഒരു 5 മാസം കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരുവിധ അവിടെ നിന്നൊരു റിക്രൂട്ട്മെൻറ്റും വരുന്നില്ലായിരുന്നു. കുറേ ശ്രമിച്ചു, ഒരുപാട് മെയിലുകൾ അയച്ചു, പക്ഷെ അതിനൊന്നും ഒരു റിപ്ലൈയോ റിജക്ഷൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് പോലും വരുന്നില്ലായിരുന്നു. ഒരുപാട് ട്രൈ ചെയ്തു. ഇപ്പം നമുക്ക് മെഡിക്കലായത് ഈ നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാപ്പ് വരാൻ പാടില്ലാത്തതുകൊണ്ട് ഡിസംബർ മാസം, അതായത് 5 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ബാംഗ്ലൂരിലൊരു ഹോസ്പിറ്റലിൽ ഞാൻ താൽക്കാലികമായിട്ട് കയറാമെന്ന് ഓർത്ത് അവിടെ ബാംഗ്ലൂരിലൊരു ഹോസ്പിറ്റലിൽ കയറി. അപ്പം ഞാൻ സെപ്റ്റംബറിൽ ഉടമ്പടി ഇവിടെ നിന്ന് എടുത്തിട്ടാണ് പോകുന്നത്. ആ ഉടമ്പടി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നല്ല രീതിയിൽ ചെയ്തിരുന്നു. അത്രയും ഞാൻ നന്നായിട്ട് ചെയ്തിട്ടും എനിക്ക് കിട്ടാതെ വന്നപ്പോൾ ഭയങ്കര ഒരു നിരാശ വന്നിരുന്നു. അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഭയങ്കരമായിട്ട് നിരാശ കയറി. വിശ്വാസമുണ്ട്, പക്ഷേ പ്രത്യാശയില്ല. അപ്പോൾ പതുക്കെ ഞാൻ ആ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ യൂഷ്വലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൃപാസനത്തിലെ പ്രാർത്ഥനകളോ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും എല്ലാം വിട്ടുപോയിരുന്നു. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയായിരുന്നു, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ ട്രൈ ചെയ്യണം, വിസിറ്റിംഗ് വിസ എടുത്തിട്ടാണെങ്കിലും പോകണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴും വിസിറ്റിംഗ് വിസ എടുത്താലും എനിക്ക് അവിടെ പോയി ചെയ്യാനായിട്ട് അവിടെ എനിക്ക് അറിയുന്നവരാരും തന്നെ ഇല്ലായിരുന്നു. ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യണം. അവിടെ ഇപ്പം 3 മാസത്തേക്കാണ് വിസിറ്റിംഗ് വിസ ഉള്ളത്. അപ്പോൾ അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ അത് കാരണം ഞാൻ ഇങ്ങനെ വേണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നി ഓക്കെ പോയേക്കാം എന്ന് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവരും പെട്ടെന്ന് തന്നെ ഓക്കെ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവരും പറഞ്ഞു. അപ്പോൾ ഞാൻ കൃപാസനത്തിലൊന്ന് അതിനു മുന്നേ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു അക്രൈസ്തവൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായി. അതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഉടമ്പടിയിൽ തന്നെ ആദ്യത്തെ 6 കാര്യങ്ങളും സാധിച്ചു കിട്ടി. അത് ഉടമ്പടി 90 ഡേയ്സ് തീരുന്നതിന് മുന്നേ തന്നെ സാധിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് ഡൗട്ട് ചെയ്തു, എന്താണ് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും നന്നായിട്ടാണിത് ചെയ്തത്. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ഞാൻ നന്നായി ചെയ്തിട്ട് എനിക്കെന്താ കിട്ടാതെ പോയതെന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ മമ്മിയോട് പോയി ചോദിച്ചു, മമ്മി നമുക്ക് മാത്രം എന്താ കിട്ടാത്തതെന്നുള്ള രീതിയിൽ ഞാൻ മമ്മിയോട് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഉടമ്പടി എടുത്തത്, അല്ലെങ്കിൽ അതിനു വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അതിലുപരി ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമുക്കിത് വേണം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാന്നുള്ള രീതിയിൽ മമ്മി എന്നോട് പറഞ്ഞു. സോ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ ശരിയാണ്, നമ്മൾ സ്നേഹിക്കുമല്ല, ശരിക്കും നമ്മൾ ചോദിച്ച് വാങ്ങിക്കാൻ ഒരു കരാറ് ചെയ്യുന്ന പോലെ മാത്രമേ ഉള്ളൂ, സ്നേഹിക്കുന്നില്ല. അപ്പോൾ
ഞാൻ ഒന്നുകൂടെ ഉടമ്പടിയെ പറ്റി പഠിക്കുകയും ആ പുസ്തകമൊക്കെ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. ആദ്യത്തെ ഉടമ്പടിയിൽ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. ആ പുസ്തകം വായിച്ചു നോക്കുകയും ഒന്നുകൂടെ കുമ്പസാരിക്കുകയും പിന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി 2024 ഫെബ്രുവരിയിൽ ഞാൻ എടുത്തിട്ട് ഞാൻ അപ്പോഴും എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു, പോണോ വേണ്ടയോ, അവിടെ ചെന്നാൽ എങ്ങനെയാണ്, എവിടെ സ്റ്റേ ചെയ്യും, ആരുമില്ല, ഒരു കസിൻസോ ആരും ഇല്ല അവിടെ, എങ്ങനെ നിൽക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു. അത് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു തോന്നി, ഓക്കെ, എനിക്ക് നല്ലൊരു ധൈര്യം വന്നു, പോയേക്കാം, എന്താണെങ്കിലും പോയേക്കാം എന്നുള്ളൊരു ധൈര്യം വന്നു. അവിടെ ചെന്ന് ഞാൻ ആദ്യത്തെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ എനിക്ക് നല്ല ഈസി ആയിരുന്നു. 2 ഇൻ്റർവ്യൂ എനിക്ക് നല്ല ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് അവർക്ക് അവരുടേതായ പ്രയോറിറ്റീസ് ഉള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയില്ല. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിസിറ്റിംഗ് വിസ 3 മാസമാണ് ഉള്ളത്. അപ്പം 3-ാമത്തെ മാസത്തിൻ്റെ ലാസ്റ്റാണ് എനിക്കിത് കോള് വരുന്നത്. അപ്പോഴേക്കും നമ്മളുടെ പ്രത്യാശ ആകെപ്പാടെ പോകാനുള്ള പ്രത്യാശയുണ്ട്, പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 3-ാമത്തെ മാസം ആയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ പൈസയും കഴിഞ്ഞു. നമുക്ക് ഇതുപോലെ വെറും കൈയോടെ മടങ്ങേണ്ടി വരുമല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 3rd മന്ത് ലാസ്റ്റ്, അതായത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കോള് വന്നതെന്ന് പറഞ്ഞാൽ 1:30ക്കാണ് എനിക്ക് കോള് വരുന്നത് ഉച്ചയ്ക്ക്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. 1:30ക്ക് കോള് വന്നു. അവരെന്നോട് പറഞ്ഞത് 4:30ക്ക് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടിരുന്നോളാൻ പറഞ്ഞു. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഞാൻ എന്താ അവരോട് റിപ്ലൈ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി എൻ്റെ കയ്യിൽ എൻ്റെ ഇതിൽ പരിമിതികളുണ്ട് മാതാവേ, നിൻ്റെ ഉപ്പും എണ്ണയും മാത്രം പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ആ ഇൻ്റർവ്യൂ നല്ല ടഫായിരുന്നു. എനിക്ക് പഴയ ഇൻ്റർവ്യൂ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് എന്താ പറയുക, നല്ല രീതിയിലൊന്നും പറയാൻ സാധിച്ചില്ല. 2-3 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ ഒരു 3/4 മണിക്കൂർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എന്നാലും ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ടഫായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് മാതാവ് കയറ്റി വിടുന്നതെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവരെ വിളിച്ചിട്ട് HR വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ടും എനിക്ക് ഓഫർ ലെറ്റർ വരുന്നില്ല. വിത്തിൻ 1 വീക്ക് നമുക്ക് ഓഫർ ലെറ്റർ വരേണ്ടതാണ്, വന്നിട്ടില്ല. 1 മന്ത് കഴിഞ്ഞു, വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി അത് എൻ്റെ ജോബ് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ 1 മന്ത് കഴിഞ്ഞിട്ടും ഞാൻ നല്ലോണം മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്താണ് ഇങ്ങനെ എനിക്ക് ഇത്രയും ഡിലേ ആവണതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി എനിക്കൊരു സ്വപ്നത്തിൽ മാതാവ് ഇങ്ങനെ നമ്മുടെ കൃപാസന മാതാവ് ഒരു റെഡ് ഷോള് കവർ ചെയ്തിരിക്കുന്നത് കണ്ടു. ആ ഷോളങ്ങ് മാറ്റിയപ്പോൾ മാതാവിൻ്റെ പകുതി ഭാഗമേ കാണുന്നുള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ ഈ അരയുടെ മേളിലോട്ടുള്ള ഭാഗമേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഫുള്ള് കാണാൻ പറ്റുന്നില്ല, അത്രയും ഭാഗം നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കും അതങ്ങനെ പകുതിയായിട്ട് കാണുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രെയർ കാര്യങ്ങൾ ധ്യാനം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് UAE ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അവിടെ ജോലിയും ഇല്ലല്ലോ, എനിക്കതുപോലെ എൻ്റെ കയ്യിൽ അതുപോലെ ഫണ്ടും ഇല്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാണ് ഉടമ്പടി പ്രാർത്ഥനയും അതുപോലെ പ്രേക്ഷിത പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഒരു കുറേ 2 ഘട്ടമായിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അവിടെ 2 പള്ളികളാണുള്ളത്. ആ 2 പള്ളികളിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സംസാരിച്ച് ഞാൻ വിതരണം ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞ ഡേറ്റ് ജൂലൈ 3 ഞാൻ ഡേറ്റ് പറഞ്ഞിരുന്നത്. എനിക്ക് ജൂലൈ 1 തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ജൂലൈ 2 എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററും വന്നു.
3-ാം തീയതിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ റെഡിയായി. പിന്നെ MOHൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയ എക്സാമിനല്ല എനിക്ക് കിട്ടിയത്. അതിൻ്റെ കുറച്ച് ഇഷ്യൂസും ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും സെപ്റ്റംബർ 2-ാം തീയതി എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ഒരു 1 ഇയറായിട്ട് ആഫ്റ്റർ പീരീഡ്സിൽ കഴിഞ്ഞ് എനിക്ക് നല്ല പെയിൻ, ഒരു പ്രിക്കിംഗ് പെയിൻ വരും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാല് വരെ റേഡിയേറ്റ് ചെയ്യും, കാലിൻ്റെ ആ വിരൽ വരെ റേഡിയേറ്റ് ചെയ്യുന്ന പോലെ പ്രിക്ക് ചെയ്യുന്ന പോലെ പെയിനായിരിക്കും. സാധാരണ എല്ലാവർക്കും മുന്നെയാണ് വരുന്നത്, എനിക്ക് ശേഷമായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോൾ വന്നാലും എനിക്ക് പേടിയാണ്. അതിനോടുള്ള പേടിയും ഉണ്ട്. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാനോ കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഭയങ്കര പെയിൻ കില്ലറൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ മാക്സിമം ഞാൻ എടുക്കാണ്ട് നോക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് തൈലം തൂത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറഞ്ഞു. പിന്നെ അത് എല്ലാം കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും വരുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനും മമ്മിയും പത്രപ്രവർത്തനമായാലും പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും കാരുണ്യ പ്രവർത്തനമാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തായിരുന്നു. രോഗികളെ കാണുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത്, അതായത് ഞാൻ UAE പോയി കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കവിടെ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാടൊക്കെ ചെയ്യാൻ പറ്റില്ല. എന്നാലും എനിക്ക് ഉള്ളത് വെച്ചിട്ട് ഞാൻ മമ്മിക്ക് കുറച്ച് കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് പറയും. പിന്നെ ഇതുപോലുള്ള പ്രിൻ്റ് എടുത്തിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഈ പത്രത്തിൻ്റെ കുറേ പത്രം നമ്മുടെ പള്ളിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തിട്ട് അവിടെ ചുമ്മാ കെട്ടുകളായിട്ട് കിടക്കുന്നത് ഓരോരുത്തർക്ക് ഇങ്ങനെ എടുത്തു കൊടുത്ത് പറഞ്ഞു കൊടുക്കും. പിന്നെ പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും കൃപാസന അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യമേ തന്നെ ഈ പുണ്യഭൂമിയിൽ വന്നത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത്രമേൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആദ്യമേ ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തത്. എൻ്റെ പേര് മിനി. എൻ്റെ മൂത്ത മകൾക്കൊരു ജോലി വേണമായിരുന്നു. ഞാനത് ഓൺലൈൻ ഉടമ്പടിയായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എഴുതി തീർന്ന് ഞങ്ങൾ നിയോഗങ്ങളെല്ലാം വെച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി എൻ്റെ ജോലി ശരിയായെന്ന്. ഞങ്ങളത് വെറും സ്വപ്നം പോലെ തോന്നി. കാരണം വിശ്വസിക്കാനാവാതെ കുറേ നേരം ഇങ്ങനെ നിന്നു. എന്നെ ആരും മിണ്ടാത്തതെന്ന് ചോദിച്ചിട്ടും ഞങ്ങൾക്ക് മറുപടിയില്ല. കാരണം കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യത്തെ ഞങ്ങൾക്കതായിരുന്നു സാധിച്ചു കിട്ടിയത്. പിന്നെ ശാലോമിൻ്റെ അകത്ത് ശുശ്രൂഷയുണ്ട്, വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും. അത് കൂടുമായിരുന്നു. ആ സമയത്ത് ഞാനൊന്ന് ബാത്റൂമിൽ വീണ് കൈ പൊക്കാനാവാതെ ഇരുന്നു. ആ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ കൈ സുഖമായി. എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ വഴി കോൺക്രീറ്റ് ചെയ്തിരുന്ന സമയത്ത് പപ്പടം കാച്ചിയപ്പോൾ തിളച്ച എണ്ണ സ്റ്റൗവിലിരുന്നു. ഞാനത് ഓർക്കാതെ പെട്ടെന്ന് പോയി അതേ പിടിച്ച് വാങ്ങിയതാണ്. കൈ പെട്ടെന്ന് പൊള്ളിയപ്പോൾ ഞാനതങ്ങ് മാറ്റി പെട്ടെന്നങ്ങ് വെച്ചതാണ്. ആ എണ്ണ കുറേ തെറിച്ച് എൻ്റെ വലത് കൈയുടെ കുറേ ഭാഗത്തോട്ട് വീണ് നന്നായിട്ട് പൊള്ളി. ഭയങ്കര വേദനയും പുകച്ചിലുമായിട്ട് ഞാൻ സങ്കടപ്പെട്ടു. ഞാനും കൂടിയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പണി തീരുന്നുമില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കണം, ഒരുപാട് സമയവും പോയി. ഭയങ്കര സങ്കടപ്പെട്ടിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നു, തൈലവും തേനും എടുത്ത് ഞാൻ പുരട്ടി. എൻ്റെ കൈ മുഴുവൻ പൊള്ളി. നാളെ എനിക്ക് കൈ പൊക്കാൻ പോലും പറ്റില്ല, പാടെല്ലാം വന്ന് ഇതെങ്ങനെ പഴുക്കുമല്ലോ എന്ന് പേടിച്ചിരുന്നപ്പോഴാണ് ഞാൻ തൈലവും തേനും എടുത്ത് പുരട്ടിയത്. അത്ഭുതം എന്നോണം നേരം വെളുത്തപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാട് പോലും ഞാൻ പറഞ്ഞാലല്ലാതെ ആരും വിശ്വസിക്കുകയില്ല, അതുപോലെ എനിക്ക് മാറ്റി തന്നു. പിന്നെ ഞങ്ങൾക്ക് ഏലമാണ് കൃഷി. ഏലത്തിൻ്റെ അകത്ത് പണി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ കാലയിൽ വ്രണം ആയി.
വ്രണം കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഈ കൊച്ചു പിള്ളേർ നടക്കുന്നത് പോലെ പിച്ച വെച്ച് ഞാൻ പിടിച്ച് നടന്നു. എന്തെല്ലാം കാണിച്ചിട്ടും പോകുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പോയി മുട്ടുമേ നിന്ന് ഈ തൈലം എടുത്ത് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മേ, എനിക്ക് നാളെ പള്ളിയിൽ വരണം, എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. അമ്മേ, ഇതെനിക്ക് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് ആ തൈലവും ഉപ്പും പുരട്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്നോണം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാലിനൊരു കുഴപ്പവുമില്ല. അത് പുരട്ടിയപ്പോൾ തന്നെ എനിക്ക് നടക്കാൻ നല്ലതായിട്ട് വ്യത്യാസം വന്നു തുടങ്ങിയായിരുന്നു. വേദന കൊണ്ട് ഞാൻ അന്നേരം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നു. നേരം വെളുത്തപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, എനിക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചു. പിന്നെ ഈ മോളുടെ ജോലിയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. MRI സ്കാനിൽ അവൾക്ക് MRI മെഷീൻ സ്കാൻ, അതിൻ്റെ ക്ലിപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല. അവൾ ഓർക്കാതെ അത് തലയിലുണ്ടായിരുന്നു. പെട്ടെന്ന് കാന്തം അത് വലിച്ചെടുത്തു. ലക്ഷങ്ങളുടെ വില വരുന്ന ആ മെഷീന് പെട്ടെന്നത് നിന്നു. എല്ലാവരും ആകെ പേടിച്ചു. ഇവളും അപ്പോഴാണ് അറിയുന്നത് ഇത് തലയിലുണ്ടായിരുന്നുവെന്നുള്ളത്. എല്ലാവരും പറഞ്ഞു തൻ്റെ ജോലി പോയത് തന്നെ. ഇവൾ വിളിച്ച സങ്കടത്തോടെ പെട്ടെന്ന് പറഞ്ഞിട്ട് വെച്ചു. ഞാൻ അപ്പോൾ തന്നെ മാതാവിൻ്റെ മുമ്പിൽ പോയി മുട്ടുമേൽ നിന്ന് യാതൊരു കുഴപ്പവുമില്ലാതെ അമ്മേ, നീ അത് പരിഹരിച്ചേക്കണമേ, ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. അത്ഭുതം എന്നോണം അത് യാതൊരു കുഴപ്പവുമില്ലാതെ, അത് എല്ലാവരും അറിയുപോലും ചെയ്യാതെ ആ പ്രശ്നം പരിഹരിച്ചു. ജോലിക്ക് ഒരു പ്രോബ്ലംസും ഉണ്ടായില്ല. പിന്നെ മാതാവിൻ്റെ ഉപ്പും എണ്ണയും തേച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരിക്കലും എന്നെ ആരും ഇങ്ങോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആരുടെയും കൂടെ പോകാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഇടുക്കിയിലാണ് ഞങ്ങളുടെ വീട്. അത്രയും ദൂരം പോരാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ പള്ളിക്കേന്ന് ജപമാല റാലി പോകുന്നുണ്ടെന്ന് അടുത്ത ചേച്ചി പറഞ്ഞു. അന്നും എനിക്ക് അവിടെ നിന്നും പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് എൻ്റെ പറമ്പിലെ പണി ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ജപമാല റാലിയിൽ ഒരിക്കലും പങ്കെടുക്കാൻ പറ്റില്ലേ എന്നോർത്ത്. പിറ്റേ ദിവസം ഞാൻ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ ജനാലയിൽ ഒരു കൊന്ത ഇങ്ങനെ ചുറ്റിപ്പിടിച്ച്, മാതാവ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നീളത്തിൽ ഒരു കൊന്തയായിട്ട് ഇരിക്കുന്നു, ഒരു രൂപം. ഞാനത് തൂത്ത് നോക്കി, അത് പോകുന്നില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായി. കറുപ്പും വെളുപ്പും ചേർന്ന മുത്തുമണികൾ. എൻ്റെ അനുജത്തി സിസ്റ്ററിനെ ഞാനത് അപ്പോൾ തന്നെ ഫോട്ടോ ഇട്ട് കാണിച്ചു കൊടുത്തു. എനിക്ക് മാത്രമാണോ അതെയോ നിങ്ങൾക്കും കാണാമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വ്യക്തമായിട്ടും കാണാം. പിന്നെ അടുത്ത ഒരു ചേച്ചിയെയും ഒരമ്മച്ചിയെയും വിളിച്ച് കാണിച്ചു. അതിനുശേഷം ഞാൻ ജപമാല അവിടെ ഇരുന്ന് ചെല്ലാൻ തുടങ്ങി. അന്ന് മുഴുവനും എന്നെ പറ്റുന്ന അത്രയും സമയം ഞാൻ ജപമാല ചൊല്ലി കാഴ്ചവെച്ചു. അമ്മയോട് കൂടുതൽ അടുക്കുവാൻ എന്നെ അനുഗ്രഹിച്ചു. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകി. ചില വ്യക്തികളോടൊക്കെ എനിക്ക് ക്ഷമിക്കാനും വിദ്വേഷത്തോടു കൂടി സംസാരിക്കുവാനുമൊക്കെ ആയിരുന്നു. അതെല്ലാം മാറ്റി തമ്പുരാൻ എന്നെ സ്നേഹത്തോടെ പെരുമാറാൻ അനുഗ്രഹിച്ചു. കുമ്പസാരം ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനുള്ള കൃപ നൽകി. മാസത്തിലൊക്കെ വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു കുമ്പസാരിച്ചിരുന്നത്. അത് മാറ്റി തന്നു. പിന്നെ ദിവ്യബലിയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാൻ സാധിച്ചു. പിന്നെ പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുവാനും അവരോട് മാതാവിനെക്കുറിച്ച് സംസാരിക്കുവാനും കൃപ കിട്ടി. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനുള്ള അരമണിക്കൂർ വെച്ച് വായിക്കാനുള്ള കൃപ തന്നു. ബൈബിൾ എപ്പോഴെങ്കിലും ഒരു ശകലമേ വായിക്കുവാനുണ്ടായിരുന്നുള്ളൂ. അത് എല്ലാ ദിവസവും വായിക്കുമായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വായിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത ജോലിയായിട്ട് ഞാൻ പത്രം കൊണ്ട് എല്ലാവർക്കും കൊടുക്കും. ഇത്രയും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു.